വിനായക് മഹാദേവ് അജിത്തിൻ്റെ ഒരുപക്ഷെ അജിത്ത് ആരാധകർ പല കാറ്റഗറിയിലുണ്ട്. ധീന, ബില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമകളൊക്കെ കണ്ട് ആരാധകരായ ഒരുപാട് അജിത്ത് ആരാധകരുണ്ട്. പക്ഷെ ഒരുപക്ഷെ ഒരു ജെൻസി തലമുറയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയ ഒരു അജിത്ത് പടം ഉണ്ടെങ്കിൽ അത് മങ്കാത്തയാണ്. മങ്കാത്ത ഇന്ന് റിലീസ് ചെയ്തു. ഇന്ന് റിലീസിനെത്തേണ്ടിയിരുന്നത് 2 തമിഴ് സിനിമകളാണ്. ഒന്ന് മങ്കാത്തയും മറ്റൊന്ന് വിജയ ചിത്രമായ തെരിയായിരുന്നു. കലൈപ്പുള്ളി സ്ഥാനമായിരുന്നു തെരിയുടെ നിർമ്മാതാവ്. പക്ഷേ ദ്രൗപദി 2യുടെ അണിയർ പ്രവർത്തകർ ഈ ചിത്രം ഒന്ന് മാറ്റിവെക്കണമേ, ഞങ്ങളുടെ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണേ, അതുകൊണ്ട് വിജയ ആരാധകർ എല്ലാവരും കൂടി തെരിക്ക് കയറും, അതുകൊണ്ട് ഈ സിനിമ ഒന്ന് മാറ്റിവെച്ചാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് എക്സിൽ അവരൊരു പോസ്റ്റ് ഇട്ടു. കലൈപ്പുള്ളി സ്ഥാനം ആവട്ടെ, ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി റിലീസ് ഡേറ്റ് അങ്ങ് മാറ്റി. ഇത് 2ാമത്തെ തവണയാണ് തെരിയുടെ റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യപ്പെടുന്നത് എന്നത് കൂടി ഓർക്കുക. എന്തായാലും തമിഴ്നാട്ടുകാർക്ക് പൊങ്കൽ വലിയൊരു ആഘോഷമൊന്നും അല്ലായിരുന്നു. കാരണം ജനനായകൻ്റെ റിലീസ് വന്നിട്ടില്ല, പരാശക്തി വേണ്ട രീതിയിൽ വിജയിച്ചില്ല, വാവാത്തിയ ഒരു നിലംപരിശായിപ്പോയി. അതിനിടയിൽ കുറച്ചൊരു ആശ്വാസം കിട്ടിയത് ജീവാചിത്രമായ തലൈവർ തമ്പി തലൈമയിലാണ്. അത് സംവിധാനം ചെയ്തത് മലയാളിയായ നിതീഷ് സഹദേവാണ്. ഒരു മലയാളി ഫ്ലേവർ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഒരു സിനിമ ചെയ്തു എന്നതിൻ്റെ ഒരു കൗതുകവും കൂടി തമിഴ്നാട് പ്രേക്ഷകർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തലൈവർ തമ്പി തലൈമയിൽ ജീവയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഉള്ളൊരു സിനിമ എന്ന് അല്ല വിശേഷിപ്പിക്കുന്നത്, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നൊരു സിനിമയായിട്ട് തലൈവർ തമ്പി തലൈമയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടുന്നുണ്ട്. ബുക്ക് മൈ ഷോയിൽ ഇപ്പോഴും ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് മങ്കാത്തയായിട്ട് ഒരു റിലീസായിട്ട് വരുന്നത്. ഒന്നാമത് വിനായക് മഹാദേവ് എന്ന കഥാപാത്രത്തിന് വലിയ ആരാധകരുണ്ട്. ടി വിയിലോ യൂട്യൂബിലോ ഒക്കെ എത്രയോ വട്ടം അതിൻ്റെ സീനുകൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് പലർക്കും അറിയില്ല. അതിൻ്റെ BGMs ഒക്കെ തന്നെ ഇപ്പോഴും വലിയ ചർച്ചയാണ്. പലരുടെയും ഫോണിലെ റിംഗ് ടോൺ ഉൾപ്പെടെ മങ്കാത്തയിലെ BGM ആണ്. അജിത്തിൻ്റെ അതിലെ എൻട്രി സീൻസ് ഇപ്പോഴും അജിത്ത് ആരാധകർ ആഘോഷമാക്കുന്നതാണ്. അതിനിടയിലാണ് മങ്കാത്ത വരുന്നത്. മങ്കാത്തയ്ക്ക് വലിയൊരു ആരാധകർ വരുന്നതിന് തന്നെ രാവിലെ മുതൽ തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് റിവ്യൂ റെസ്പോൺസ് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ പല കുറിയായി കണ്ടിരിക്കുന്ന സിനിമ വീണ്ടും ഒന്നുകൂടി ഒന്ന് കാണാനുള്ള ആരാധകരുടെ ആഗ്രഹം തന്നെയാണ് ഇതിലേക്ക് വരുന്നത്. ഒന്നാമത്തെ കാര്യം, തമിഴ് സിനിമയിൽ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ആർക്കും അറിയില്ല. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം വിജയ്ക്ക് വിസിൽ ചിഹ്നമായിട്ട് കിട്ടി. TVK പാർട്ടിക്ക് അവർ തന്നെ ചോദിച്ചു വാങ്ങിച്ചതാണ്. കമൽഹാസന് മക്കൾ നീതി മയ്യത്തിന് ടോർച്ച് ബാറ്ററി അതും കിട്ടി. അജിത്ത് ആവട്ടെ കാർ റേസിംഗ് എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. പ്രോജക്ട്സ് എന്താവുമെന്ന് പോലും ഇവിടെ ആർക്കും അറിയത്തില്ല. സൂര്യക്ക് ഹിറ്റ് കിട്ടിയിട്ട് വർഷങ്ങളായി. രജനീകാന്ത് ആവട്ടെ റിട്ടയർ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. അതുകൊണ്ട് തമിഴ് സിനിമ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ധാരണ ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ പ്രധാനപ്പെട്ട ടയേഴ്സിൽ നിൽക്കുന്ന നായകന്മാരുടെയൊക്കെ സിനിമകൾ റിലീസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആരാധകരുടെ തള്ളിക്കയറ്റവും തിയേറ്റേഴ്സിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഗില്ലി ഏകദേശം ഒരു 22 കോടിയോളം രൂപയാണ് റിലീസിലൂടെ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് ഇറങ്ങുന്ന പ്രധാനപ്പെട്ട സിനിമകൾക്ക് പോലും, പുതിയ സിനിമകൾക്ക് പോലും, നല്ല അഭിപ്രായം കിട്ടുന്ന പല സിനിമകൾക്ക് പോലും 20 crore മാർക്ക് ടച്ച് ചെയ്യാതിരിക്കാൻ പറ്റുമ്പോഴാണ് 2004 റിലീസ് ചെയ്ത ഗില്ലി 20 വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്തിട്ട് തിയേറ്ററിൽ വലിയ ഓളം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ്, ഇതൊക്കെ നമ്മൾ കാണുന്നത് കാഴ്ചകളുമാണ്. അതിനിടയിലാണ് വിനായക് മഹാദേവും മങ്കാത്തയും ഒക്കെ തന്നെ തിയേറ്ററുകളിൽ എത്തുന്നത്. മച്ചി ഓപ്പൺ ദ ബോട്ടിലിനൊക്കെ വിളയാട് മങ്കാത്തയ്ക്കൊക്കെ പാട്ടിലൊക്കെ ആരാധകർ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുമുണ്ട്. എന്തായാലും അജിത്ത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കൊള്ളാം. അവരൊരു ആഗ്രഹിച്ചിരുന്ന ഒരു അജിത്തിനെ കാണാൻ പറ്റി. ഒരു പക്ഷേ കുറച്ച് നാളുകളായിട്ട് അജിത്ത് സിനിമകൾക്കൊക്കെ ഒന്നും വലിയ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ന് പറയേണ്ടി വരും. പ്രതീക്ഷിക്കുന്ന പ്രോജക്റ്റൊന്നും വലിയ വിജയമാകുന്നില്ല. വലിമയൊക്കെ എന്തോരം ഹൈപ്പിൽ വന്നിട്ട് അവിടെ കിടക്കുന്നത് കണ്ടു. തുനിവും അതേ അവസ്ഥയുണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു സിനിമയായിരുന്നു ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ നിർമ്മാണത്തിൽ വിടാമുയർച്ചി എന്ന് പറയുന്ന സിനിമ വന്നു. അതും അവിടെ കിടക്കുന്നു. അതും തരിപ്പണമായി പോയി. പിന്നീട് ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ആദിക് രവിചന്ദ്രൻ എന്ന അജിത്തിൻ്റെ ഒരു ഫാൻ ബോയ് തന്നെ സംവിധാനം ചെയ്ത GBU ഗുഡ് ബാഡ് അഗ്ലി ആണ്. ഗുഡ് ബാഡ് അഗ്ലി ഒരു പക്ഷേ അജിത്ത് ആരാധകർ വലിയ രീതിയിൽ ആഘോഷിച്ചൊരു സിനിമയായിരിക്കാം. ഒരു നോ ബ്രെയിനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് വന്ന് തിയേറ്ററിലെ എല്ലാവരുടെയും ആവേശം കൊണ്ട് കൊടുമുടിയിലെത്തിച്ച ഒരു സിനിമയും കൂടിയായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി. അതിന് പിന്നാലെ തന്നെ ആദിക് രവിചന്ദ്രനുമായി അടുത്ത സിനിമ അജിത്ത് പ്ലാൻ ചെയ്യാനുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ മങ്കാത്തയുടെ റിലീസും എത്തുന്നത്. അജിത്ത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആവേശവും ആഘോഷവും ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിട്ട് തന്നെയാണ് ഇത് മാറിയത്. അതിന് പിന്നാലെ രാവിലെ മുതൽ തന്നെ ആളുകൾ തിയേറ്ററിലേക്ക് എത്തി വിനായക് മഹാദേവനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തിയേറ്ററിലെത്തുന്ന കാഴ്ചയും കാണുകയുണ്ടായി.